ഹായ് ഓൾ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ഒരു ജ്വല്ലറി കളക്ഷൻ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോവുകയാണ്. എല്ലാ ജ്വല്ലറി എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല, കുറച്ചൊക്കെ വീട്ടിലാണ്. എന്റെ വീഡിയോസ് നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഞാൻ ഹോസ്റ്റലാണ് നിൽക്കുന്നത്. സോ ഇവിടെ ഉള്ള എന്റെ കുറച്ച് ജ്വല്ലറീസ് ഞാൻ നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രല്ല, ഇവിടുത്തെ കുറച്ച് വെറൈറ്റീസ് ഓഫ് ജ്വല്ലറി അത് നമ്മുടെ നാട്ടിലും ഉണ്ടാവും. പക്ഷെ പ്രൈസിന്റെ കാര്യത്തിലൊക്കെ വരുന്ന ഡിഫറൻസ്, കാരണം മുംബൈ, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കേരളത്തിനെ അപേക്ഷിച്ച് ജ്വല്ലറീസിനൊക്കെ പ്രൈസ് കുറവാണ്. കാരണം അവരവിടെ തന്നെയാണല്ലോ മാനുഫാക്ചർ ചെയ്യുന്നത്. എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോഴാണ് ഇതിന് പൈസ കൂടുന്നത്. സോ അപ്പൊ നമുക്ക് നമ്മുടെ ജ്വല്ലറി കളക്ഷൻ കാണാം. വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഫെസ്റ്റീവ് കളക്ഷൻസ് അല്ലെങ്കിൽ പാർട്ടി വെയർ പോലെ ജുംക്ക പോലെ വരുന്ന ടൈപ്സ് ഓഫ് ജ്വല്ലറി ആണ്, ഇയറിംഗ്സ് ആണ്. അപ്പൊ നമുക്കത് കാണാം. അപ്പൊ ഫസ്റ്റ് വന്നിട്ട് ഈ ഇയറിംഗ് ആണ്. അപ്പൊ ഈ ഇയറിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നവരാത്രിയുടെ സീസൺ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് ഞാൻ ഇവിടെ മുംബൈയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. സിൽവർ ആണ്. ഇത് ഓക്സിഡൈസ്ഡ് ആണ്. ഒരുപാട് കറുത്തു പോത്തോ അങ്ങനൊന്നുമില്ല, അത്യാവശ്യം കളറൊക്കെ നിൽക്കും. ഇത് ഞാൻ 100 രൂപയ്ക്കാണ് കേട്ടോ ഇവിടെ നിന്ന് വാങ്ങിയത്, മുംബൈയിൽ നിന്ന് വാങ്ങിയതാണ്. സോ ഫെസ്റ്റീവ് കളക്ഷൻ ഒക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലത്തെ കാട്ടിയും ഇവിടെ ഇങ്ങനത്തെ ജ്വല്ലറീസ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഈ നവരാത്രിക്ക് ഗർഭയൊക്കെ കളിക്കാനായിട്ട്, പിന്നെ ദിവാലി ആ ടൈമില്. അടുത്ത ജുംക്ക എന്ന് പറയുന്നത് ഇതാണ്. ഇതും ഞാൻ ഇവിടുന്ന് തന്നെ വാങ്ങിയതാണ്. വൈറ്റ് പേൾസ് വെച്ചിട്ട്, പേൾസും ഉണ്ട് സ്റ്റോൺസും ഉണ്ട്. അപ്പൊ എല്ലാവരും വിചാരിക്കും ഈ പേൾസും സ്റ്റോൺസും പെട്ടെന്ന് ഇളകി പോകത്തില്ലേന്ന്. പെട്ടെന്നൊന്നും ഇളകി പോകത്തില്ല. പക്ഷെ നമ്മൾ സൂക്ഷിക്കാതെ ഒരുപാട് ഇയറിങ്സ് ഇട്ട് വെക്കുന്ന ഡബ്ബയിലൊക്കെ ഇട്ട് വെച്ചാൽ ചിലപ്പോ ഒന്നോ രണ്ടോ ഒക്കെ ഇളകി പോകും. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ 100 രൂപയ്ക്ക് തന്നെ ഇവിടെ നിന്ന് വാങ്ങിയതാണ്. നമുക്ക് പാർട്ടി വെയറിന്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാട്ടോ. അടുത്ത കമ്മൽ എന്ന് പറയുന്നത് ഈ പിങ്ക് കളർ കമ്മലാണ്. ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് തന്നെ ഇടാം. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ ഇത് കോൺട്രാസ്റ്റ് ആയിട്ട്, എനിക്ക് ഒരു യെല്ലോ കളർ കുർത്ത ഇല്ലെങ്കിൽ ഗ്രീൻ കളർ അങ്ങനെയുള്ള കളേഴ്സിന് ഇവിടെ കോൺട്രാസ്റ്റ് ആയിട്ട് ഇടാം. ഇത് ബെസ്റ്റ് ആട്ടോ. ഇത് മാത്രം ഇട്ടാൽ മതി, പിന്നെ നെക്ലസോ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പെർഫെക്റ്റ് ലുക്ക് ആയിരിക്കും. അപ്പൊ ഇത് ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ്. 100 രൂപ തന്നെയാണ്. അടുത്ത ഇയറിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. ഈ യെല്ലോ കളറ് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഇത് എത്ര രൂപയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ഈ ഡിസൈൻ കണ്ടപ്പോൾ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. ഇങ്ങനത്തെ ഡിസൈൻസ് ഞാൻ ആ ടൈമിൽ ഒരുപാട് കണ്ടിട്ടില്ലായിരുന്നു. ഇത് ഒരു പാർട്ടി വെയർ മോഡല് തന്നെയാണ്. അടുത്ത ജുംക്ക ഇതാണ് കേട്ടോ. ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. നാട്ടിൽ നിന്ന് തന്നെയാണ്. നാട്ടിൽ നിന്ന് ഊട്ടിയിലെന്തോ പോയിട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഇതിന്റെ കുറച്ച് കല്ലൊക്കെ ഇളകി പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഊട്ടി പോലുള്ള സ്ഥലത്തൊക്കെ ഈ ടൂറിസ്റ്റ് പ്ലേസസിലൊക്കെ കുറച്ചും കൂടെ പൈസ കൂടുതലായിരിക്കും. എത്രയാണോ അതിന്റെ ഇരട്ടിയായിരിക്കും അവര് ചാർജ് ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഗോൾഡ് പോലെയുള്ള ഒരു കമ്മലാണ്. ഇത് എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അത്യാവശ്യം നല്ല വലിയ കമ്മലാണ്. ഇതേപോലുള്ള കമ്മൽ കുർത്തീസിന്റെ കൂടെയും കുർത്തയുടെ കൂടെയൊക്കെ നല്ലതാണ്. നമുക്ക് പിന്നീട് വേറൊന്നും അതിന്റെ കൂടെ ഇട്ട് സ്റ്റൈൽ ചെയ്യേണ്ടി വരില്ല. ഈ നെക്കില് മീൻസ് നെക്ലസോ വേറെ എന്തെങ്കിലും മാലയോ ഒന്നും ഇടേണ്ടി വരില്ല. അടുത്ത ഇയറിംഗ് ഇതാട്ടോ. ഇതും ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. കുറച്ച് ഇയറിങ്സ് ഹെവി ആണെങ്കിൽ നമ്മൾ വേറൊന്നും അതിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതലായിട്ട് നമ്മൾ ജുംക്ക അല്ലെങ്കിൽ വലിയ വലിയ ഇയറിങ്സ് യൂസ് ചെയ്യുന്നത് കുറച്ച് ഡീപ്പ് നെക്ക് ആയിട്ടൊക്കെയുള്ള ഡ്രസ്സസിന്റെ കൂടെ, ക്ലോത്ത്സിന്റെ കൂടെ ആയിരിക്കും. അപ്പൊ അതിന്റെ കൂടെ വേറൊന്നും ഇട്ട് സ്റ്റൈൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വലിയ കമ്മൽ വാങ്ങിക്കുക, ഇറ്റ്സ് എനഫ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ മോതിരം ഇടാം. പിന്നെ ചില ആൾക്കാർ അതിന്റെ കൂടെ മൂക്കുത്തിയൊക്കെ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാറുണ്ട്. അതും നല്ല ഭംഗിയാണ്. ഇറ്റ്സ് അപ് ടു യു. അടുത്ത ഇയറിംഗ് ഇതാണ്. ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. എന്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് എന്റെ ബർത്ത്ഡേക്ക്. നാട്ടിൽ നിന്ന് തന്നെ ഉള്ള ഇയറിംഗ് ആണ്. അത് ഈ ഒരു ജുംക്കയാണ്. ഇത് കുഞ്ഞു ജുംക്ക കേട്ടോ. കുഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ബാക്കിയുള്ള ജുംക്ക കാണിച്ചത് വെച്ചിട്ട് ഇത് കുഞ്ഞു ജുംക്കയാണ്. ഇതും ഞാൻ പട്ടുപാവാടയുടെ കൂടെയൊക്കെ ഇടുന്ന ജുംക്ക ഇതാണ്. ചുരിദാറിന്റെ കൂടെയൊക്കെ സൂട്ടിന്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയതാണ്. അടുത്തത് ഈ ഒരു കമ്മലാട്ടോ. ഇത് സെറ്റ് ആയിരുന്നു. ഇതിന്റെ ഒരു മാലയും കൂടി ഉണ്ട്. പക്ഷെ അത് നാട്ടിലായി പോയി. ഇതെനിക്ക് എന്റെ ചേച്ചി മുംബൈയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ചേച്ചി മുംബൈയിൽ പഠിച്ചിരുന്ന സമയത്ത് ചേച്ചി വാങ്ങി തന്നതാണ്.
ഇത് ഒരുപാട് വർഷങ്ങളായി, എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ഒരു 7 വർഷമായിട്ടുണ്ടാവും. ഇത് അതേപോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ, ഒരു മാറ്റവും വന്നിട്ടില്ല. അതാണ് ഈ ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എത്ര വർഷങ്ങൾ വേണോ നമുക്ക് ഇടാനും പറ്റും. അത് മാത്രമല്ല ഏത് ഡ്രസ്സിന്റെ കൂടെ, ഒരു തരപ്പെട്ട ഡ്രസ്സസിന്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാനും പറ്റും. അടുത്ത ഇയറിംഗ് ഇതാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇയറിംഗ് ആണ്. ഒരു എസ്തെറ്റിക് ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഇയറിംഗ് ആണ്. ഭയങ്കര സിമ്പിൾ ആണ്, പക്ഷെ ഭയങ്കര ക്ലാസി ആണ്. നമ്മൾ ഇടുന്ന ഒരു കുർത്തയുടെ കൂടെയൊക്കെ ഇത് മാത്രം ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. നല്ല ക്ലാസി ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സോർട്ട് ഓഫ് കമ്മലാണിത്. അടുത്തത് ഈ ഒരു കമ്മലാട്ടോ. ഇത് ഞാൻ ഇവിടുന്ന് തന്നെയാണ് വാങ്ങിയത്. ഏതിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതിന്റെ കൂടെ വേണോ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് ട്രഡീഷണൽ ആയിട്ടും ഇരിക്കുന്നു, എഥനിക് ആയിട്ടും ഇരിക്കുന്നു. നിങ്ങൾക്ക് ഏതിന്റെ കൂടെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇത് എനിക്ക് തോന്നുന്നു 50 രൂപയ്ക്ക് എന്തോ ഇവിടുന്ന് തന്നെ, മുംബൈയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. അടുത്തത് ഈ ഒരു കമ്മലാട്ടോ. ഇത് എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് കമ്മലാണ്. ഇത് മുംബൈയിൽ നിന്ന് വാങ്ങിയതാണ്. 100 രൂപയാണ്, 100 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഇതൊക്കെ ഇവിടുന്ന് വാങ്ങുന്ന ജ്വല്ലറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ലാസ്റ്റ് ചെയ്യും. അങ്ങനെ പെട്ടെന്നൊന്നും ചീത്തയായി പോകത്തില്ല, കല്ലിളകി പോകത്തില്ല, ബീഡ്സ് ഇളകി പോകത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് നമ്മുടെ അടുത്ത കമ്മല്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. അതെനിക്ക് മുംബൈയിൽ വന്നതിന് ശേഷമാണ് എനിക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 300 രൂപയ്ക്ക് കൂടുതലായിരുന്നു തോന്നുന്നു. അതിനും വേണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇപ്പോഴും കേരളത്തിൽ ഈ പ്രൈസ് ഒക്കെ തന്നെ ആയിരിക്കും. അത് ഞാൻ എൻ്റെ ഒരു പാർട്ടി വെയറിന്റെ ഗൗണിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാനായിട്ട് വാങ്ങിയതാണ്. അടുത്തത് ഈ ഒരു ഇയറിംഗ് ആണ്. ഇത് എൻ്റെ ഫ്രണ്ട് ഡൽഹിയിൽ നിന്ന് വാങ്ങിയതാണ്. ഡൽഹി സരോജിനി മാർക്കറ്റ് അറിയായിരിക്കും, എനിക്ക് നല്ല ഫേമസ് മാർക്കറ്റ് ആണ്. അവിടെ ഫേമസ് ആയിട്ടുള്ളത് കാരണമേ സാധനങ്ങൾ വളരെ ചീപ്പായിട്ട് കിട്ടുന്നുള്ള ഒരു മാർക്കറ്റാണ്. അപ്പം അവിടെ നിന്ന് എനിക്ക് എൻ്റെ ഡൽഹിയിൽ നിന്നുള്ള ഒരു ഫ്രണ്ട് എനിക്ക് കൊണ്ടു തന്നത്. അടുത്ത അതേപോലെ തന്നെ വരുന്നതാണ് ഇതും. പക്ഷെ ഇത് എൻ്റെ ഉത്തരാഖണ്ഡിലുള്ള ഒരു ഫ്രണ്ട്, പുള്ളിക്കാരി എനിക്ക് കൊണ്ടു തന്നതാണ്. എനിക്ക് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര റിംഗ് ടൈപ്പ് ആയിട്ടുള്ളതാണ് ഇഷ്ടം എന്ന് തോന്നുന്നു. രണ്ടും റിംഗ് ടൈപ്പാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്യാം. ഈ ഒരു റിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇത് ഗോൾഡ് കളറും കൂടെ ആയതുകൊണ്ട് നമുക്ക് എഥനിക് വെയറിന്റെ കൂടെയും പാർട്ടി വെയറിന്റെ കൂടെയും അല്ലാതെ നോർമൽ ഡ്രസ്സസിന്റെ കൂടെയും നമുക്ക് ഇത് ഇടാനായിട്ട് പറ്റും. ഇത് പിന്നെ ജീൻസിന്റെ കൂടെ, ജീൻസിന്റെ ടോപ്പിന്റെ കൂടെയൊക്കെ, പിന്നെ അല്ലാതെ ഗൗണിന്റെ കൂടെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. പക്ഷെ പാർട്ടി വെയർ ലുക്ക് ഇതിനില്ല. അടുത്തത് ഈ ഒരു ജുംക്കട്ടോ. ഈ ജുംക്കയും 100 രൂപ തന്നെയാണ്. എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ജുംക്കയാണിത്. ഇവിടുന്ന് ഞാൻ വാങ്ങിയതാ. ഇവിടുന്ന് വാങ്ങിയോണ്ടാണ് ഇത് 100 രൂപ. ഇതിങ്ങനെ തുറക്കുന്നത് ഇപ്പൊ ഇതാ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, ഇടുക, എന്നിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്യുക. ഇങ്ങനെയാണ് ഇതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ഇയറിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഞാൻ എന്റെ ചേച്ചിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇതിന്റെ ഒരു പിങ്ക് വാങ്ങിയപ്പോൾ ഇതും കൂടെ എനിക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. എത്രയാണ് പ്രൈസ് എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് ഈ കളർ ഡ്രസ്സൊന്നും ആ ടൈമിൽ ഇല്ലായിരുന്നു. ജസ്റ്റ് ഇതിന്റെ ഭംഗി കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതാണ്. ഇത് ഞാൻ നേരത്തെ ഒരു ക്ലാസി ആയിട്ടൊരു ഇയറിംഗ് കാണിച്ചിരുന്നു. അതേപോലെ ഒരു ക്ലാസി ആയിട്ട് വരുന്ന ഇയറിംഗ് ആണ് ഇതും. ഇത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയതാണ്, മുംബൈയിൽ നിന്ന് വാങ്ങിയതാണ്. ഇവിടെ ഇങ്ങനത്തെ സോർട്ട് ഓഫ് ഇയറിംഗ്സ് ഒരുപാടുണ്ട് കേട്ടോ. ഭയങ്കര ക്ലാസി ലുക്ക് കിട്ടുന്ന, പക്ഷെ ഇതിന് കുറച്ച് ഓവർ പ്രൈസിനാണ്. ഇത് 100 രൂപയാണ്. ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അതേപോലെ തന്നെ വർഷങ്ങളോളം ഇരിക്കും. അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ വലിയ വലിയ കമ്മലുകൾ, അല്ലെങ്കിൽ കുറച്ച് ക്ലാസി, എസ്തെറ്റിക് അല്ലെങ്കിൽ പാർട്ടി വെയറിന് പറ്റിയ കമ്മലുകൾ എന്ന് പറയുന്നത്. അതല്ലാതെ പിന്നെ കുഞ്ഞു കുഞ്ഞു കമ്മലുകളുണ്ട് കേട്ടോ, അത് നമുക്ക് കാണാം. അപ്പൊ നിങ്ങൾ എന്റെ കുട്ടി കുട്ടി ഇയറിംഗ് കളക്ഷൻസ് കണ്ടല്ലോ. ഇനി നമുക്ക് വേറൊരു നെക്ലസ് കാണാം. ഇത് ഞാന് മീഷോന്ന് ഓർഡർ ചെയ്ത കേട്ടോ. ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ഇതിന്റെ കൂടെ കമ്മലും ഉണ്ട്. ഇതാണ് കമ്മല് വരുന്നത്. സോ എനിക്ക് തോന്നുന്നു 110 രൂപയ്ക്ക് എന്തോ ഞാൻ ഓർഡർ ചെയ്തതാണ് മീഷോന്ന്. എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി. കാരണം ഈ വരുന്ന സ്റ്റോൺസും ഈ പേൾസും ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പൊ വേണമെന്നുള്ളവരെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഭയങ്കര നല്ല കേട്ടോ. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ നല്ലൊരു നെക്ലസ്. അതേപോലെ വരുന്ന ഒരു ചോക്കറാണ് കേട്ടോ ഇതും. ഇതിന്റെ കൂടെ കമ്മലുണ്ട്,
ഇത് കുഞ്ഞാണ്, കുഞ്ഞു ചോക്കറും കുഞ്ഞു കമ്മലും ആയിട്ടുള്ളവർക്ക് അങ്ങനെ വേണം എന്നുള്ളവർക്ക് വാങ്ങാൻ പറ്റുന്നു. പക്ഷെ ഇത് മീഷോയിൽ നിന്നും വാങ്ങിയതല്ല, ഞാൻ ട്രെയിനിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ സെറ്റ് 100 രൂപ എന്തായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല പ്രൈസിന് എനിക്ക് തോന്നി, അങ്ങനെ ഞാൻ വാങ്ങിയതാട്ടോ. അടുത്തത് ഈ ഒരു നെക്ലസ് ആട്ടോ. ഇതും ഒരു ചോക്കർ പോലെ തന്നെ നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. ഇതിന്റെ കൂടെ വന്നിട്ട് ഈ ഒരു ജെം സ്റ്റോൺ പോലത്തെ കമ്മലാണ് ഇതിന്റെ കൂടെ വരുന്നത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ഓണത്തിന് എന്തോ വാങ്ങിയതാണ്. ഇതും ഞാൻ ഇപ്പോ കഴിഞ്ഞൊരു ഷോർട്സ് ഇട്ടിരുന്നതിൽ ഞാൻ ഇതാണ് വെയർ ചെയ്തിട്ടുള്ളത്, ഒരു ട്രഡീഷണൽ വെയറിന്റെ കൂടെ. ഇത് അതേപോലെ വേറൊരു നെക്ലസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മാലയാണ്. ഞാനിത് മുംബൈയിൽ നിന്ന് തന്നെ വാങ്ങിയതാട്ടോ. അതിന്റെ കൂടെ പേരായിട്ട് വേറൊന്നുമില്ല, പക്ഷെ പെയർ ചെയ്യാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് കമ്മൽ വാങ്ങി. അതാണിത്. എനിക്കൊന്ന് രണ്ടും കൂടെ ഒരു 150 രൂപയ്ക്ക് എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് എന്റെ കുട്ടി ജ്വല്ലറി കളക്ഷൻ. ഇത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്റെ വീട്ടിലിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഹോസ്റ്റലിലുള്ള അത്രേ ഞാൻ കാണിച്ചിട്ടുള്ളൂ നിങ്ങളെ. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലുള്ള റിലേറ്റഡ് ജ്വല്ലറി, ലൈഫ് സ്റ്റൈൽ, മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.